വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 5:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാലത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനായ അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവരും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവരല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തിരിഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചും ഇരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ടും തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാടുകളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയാലുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളിലുള്ളവരായി പ്രായം തിരിഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ ബഹുമാനം നാം എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവപക്ഷേം ശ്രമിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവപ്രദ പ്രസന്നമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ ഗീതയോ ജനങ്ങളുടെ ദൈവമായ ജീവന്റെ വചനമായ കർത്താവ് രക്ഷിതാവുമായ യേശുമിശിഹായുടെ ജീവിതത്തിന്റെ അവസാനിപ്പിക്കൽ ഇപ്രകാരം സംഭവിച്ചു. യേശുവിനോട് ഈ രാത്രി എല്ലാവരും എങ്ങനെയിടരും ഞാൻ ഇടയനെ കിട്ടും കൂട്ടത്തിലാടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോകും. അതിനാൽ പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ഈ രാത്രി കോഴി പോകുന്നുണ്ട് 3 വട്ടം തന്നെ തള്ളി പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു
എന്നാലും നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാരും എല്ലാവരും പറഞ്ഞു. അനന്തരം യേശു അവരുമായി ഗെത്സെമനേ തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുമ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു. പത്രോസിനെയും സെബെദെയുടെ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അത് ദുഃഖത്തിലായിരുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുന്ന അവരോട് പറഞ്ഞു. പിന്നെ അവൻ മുന്നോട്ട് ചെന്ന് കവർ വീണു. പിതാവേ, കഴിയുമെങ്കിലും പാതമാക്കും എങ്കിൽ നിന്നും നീങ്ങി പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിലപ്പെടാതിരിപ്പാൻ ഉണർന്നിരുത്താൻ പ്രാർത്ഥിപ്പിൻ. ആത്മാവ് എടുക്കുന്നത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീക്കൂടായില്ലേ, നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് പാലം കയറുകയാൽ കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന്, ഇനിയും ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. എഴുന്നേൽപ്പീൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവിന്റെ ബഹുമാനം നാമെല്ലാവരുടെയും അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ടായിരിക്കട്ടെ. ഈ സന്ധ്യാസമയത്തിനാണ് ഒരു വർഷക്കാലം ഞങ്ങളുടെ കഴിഞ്ഞ വർഷം കർത്താവെ, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവെ സന്ധ്യയിൽ നിന്റെ ആലയത്തിൽ കടന്നു വരുവാൻ പറ്റുന്ന കർത്താവെ ഞങ്ങളുടെ യോഗ്യതയുള്ള കർത്താവ് നിന്റെ കൃപയാവുന്ന ഓർക്കാൻ പ്രാർത്ഥിക്കുന്നു. അവയെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഗുണം ചെയ്യുവാൻ പോകണം. തന്നിരിക്കുന്ന ഈ അവസരം കർത്താവെ ഉപയോഗിക്കുവാൻ പോകണം. ഞങ്ങൾക്ക് നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, പിതാവെ, വചനം എഴുതിയ ആത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ചു കൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് എന്നെ വായിക്കുന്ന പ്രകാരം മാത്രം നീ അനുവദിക്കണമെന്നാണ് ഒരുപാട് ഞങ്ങളെ മറിച്ചു കൊള്ളണമേ. എല്ലാവരും സന്തോഷത്തോടെ ആനന്ദത്തോടെ മടങ്ങി പോകാൻ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ഏവരുമേ, അടുത്തപ്പെട്ട കുഞ്ഞാടിന്റെ നാമത്തിൽ സ്നേഹമാണ്. ഇന്ന് നമ്മുടെ വ്യാഴാഴ്ച ആചരിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രായമനുസരിച്ച് എല്ലാവരും പെസഹ ആചരിച്ചിട്ടുണ്ട്. പെസഹ എന്താ ചോദിക്കുന്നതാണ്, കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ പറയുന്ന ആൻസർ പെസഹ ഉണ്ടാകും. പിന്നെ ഞങ്ങൾ വളരെ കുർബാനയോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുതിർന്നവരോട് ചോദിച്ചാലും പലപ്പോഴും അങ്ങനത്തെ ആൻസറാണ് നമ്മൾ പെസഹ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ലോക ആഘോഷങ്ങളുടെ നടുവിലാണ്. ആഘോഷമില്ലാതെ മാക്സിമം സെലിബ്രേഷൻ. ആ വാക്ക് എല്ലായിടത്തും എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും ആകമായി കുഞ്ഞുങ്ങളുടെ വായിലുള്ള സെലിബ്രേറ്റ് ചെയ്യണം. ആ വാക്ക് മാത്രമേ കേൾക്കുവാറുള്ളൂ. സെലിബ്രേഷൻസ് ഒക്കെ അർത്ഥശൂന്യവും അനാവശ്യവും അരോചകത്വവും അതുപോലെ തന്നെ ശുദ്ധത്വം ആടുത്തലൊക്കെയായി മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്ക് ഇപ്പോൾ ഒരു സെലിബ്രേഷൻ ഒരു സെലിബ്രിറ്റിയുടെ സെലിബ്രേഷൻ അവിടെ ഫോട്ടോ വീഡിയോ ആയിട്ട് ഇട്ടേക്ക് തന്നെ ഓപ്പൺ ചെയ്തില്ല. പക്ഷേ അത് കാണുമ്പോൾ തന്നെ
ആയിരുന്നു. ആ ഒരു സമയത്ത് കൊണ്ട് പെസഹ ആഘോഷം എന്നാണ് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പെസഹ എന്ന് പറയുന്നത് എന്താണ്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പെസഹ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന മുതിർന്നവർക്കൊക്കെ ഏകദേശം പെസഹ എന്തുക എന്നുള്ളത് അറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്രായേൽ ജനതയ്ക്ക് ഇസ്രായേൽ അനുബന്ധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ സങ്കടവും വസ്തുതയൊക്കെ കണ്ട് ദൈവം അവരെ വിടിവിക്കാനായിട്ട് മോശയെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ സ്ലൗവിന്റെ കയ്യിൽ നിന്ന് അവരെ വിടിവിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യും. എന്നാൽ അതൊന്നും പർവ്വം അനുസരിക്കുകയോ അവരെ വിട്ടയക്കുകയോ ചെയ്തില്ല. എന്നാൽ അവരുടെ മേലെ പിന്നെ അവസാനമായിട്ട് 10 ബാധകൾ അയച്ചു. 9 ബാധകൾ അയച്ചിട്ടും പർവ്വം അനുസരിക്കുകയോ അവരെ വിട്ടയക്കാൻ കൂട്ടാവുകയോ ചെയ്തു. എന്നാൽ 10ാമത്തെ ബാധ, അതായത് കടിഞ്ഞൂൽ സംഹാരം, അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും എല്ലാം ആദ്യ ജാതമായ ആദ്യ ഫലത്തെ സംഹരിക്കുന്ന ഒരു സംഹാരം, അങ്ങനെയുള്ള ഒരു ബാധ ഇസ്രായേലിലെ ജനതയുടെ മേലെ അയച്ചു. അപ്പോൾ മോശയോട് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് റിച്വൽസൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു, പരിമിതമായിരുന്നു. എന്നാൽ പറഞ്ഞിരുന്നു അവർക്കൊരു നിർദ്ദേശം കൊടുക്കണം. കുഞ്ഞാണിന് അവർക്ക് പെസഹ ആചരിക്കും. അതായത് നിങ്ങളെ കുഞ്ഞാണിനെ അർത്ഥത്തിൽ അതിൻ്റെ രക്തം പട്ടണക്കാലത്തേലും കുറുമ്പടിമേലും വരുന്ന ഇസ്രായേൽ ഭവനങ്ങളെ ഈ ബാധ ആക്രമിക്കുകയില്ല, ബാധ വരികയില്ല. ഈ രക്തത്തിൻ്റെ അടയാളമില്ലാത്ത ഭവനങ്ങളെയും ഈ ബാധ ബാധിക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇസ്രായേൽ ജനതയെല്ലാം കുഞ്ഞാണിനെ കൊന്ന് രക്തം പട്ടണക്കാലത്തേലും കുറുമ്പടിമേലും വരട്ടി അങ്ങനെ സംഹാരത്തിന് ഇസ്രായേൽ ദേശത്തിലെ കടന്നു പോയപ്പോൾ രക്തത്തിൻ്റെ അടയാളം കണ്ട ഭവനങ്ങളെ വിട്ടൊഴിഞ്ഞ് പോവുകയും ഇസ്രായേൽ ജനതയുടെ കടിഞ്ഞൂൽ ജീവിതങ്ങളെ കടിഞ്ഞൂൽ മക്കളെ അതുപോലെ അവരുടെ ജീവജാലങ്ങളുടെ കടിഞ്ഞൂലുകളെല്ലാം മക്കളെയും സംഹരിച്ചു. അപ്പോൾ ആ ഒരു ബാധ വന്നതിന് ശേഷമാണ് കടവുകൾ മനസ്സരിക്കുകയും ഈ ബാധയെ ഭയപ്പെട്ട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ ജനതയെ ഭഗവാൻ വിട്ടയച്ചു കൂടി യാത്രയിൽ കനാൻ ദേശത്തെയും വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് മോശവരെ നടത്തി. കാലങ്ങളിൽ മോശവരെ നയിക്കുന്ന സമയത്തൊക്കെ ഓരോ സമയത്തും യഹോവയായ ദൈവം അവർക്ക് ചിന്തകളും പ്രമാണങ്ങളും ഒക്കെ ഇന്ന രീതിയിൽ ഇന്ന രീതിയിൽ ജീവിക്കണം, ഇന്ന രീതിയിലായിരിക്കാൻ വേണ്ടി ജീവിക്കേണ്ടത് കൽപ്പനകൾ പോകുന്നത്. പലപ്പോഴും വന്നിരിക്കുകയും പിന്നെ തിരിച്ചു വരികയും പിന്നെ ദൈവത്തോട് ക്ഷണിക്കുകയും പിന്നെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുക. അങ്ങനെ കുറേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ കനാൻ ദേശീയ സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവർ യഹോവയെ ആരാധിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ മക്കൾ നിർബന്ധമായിട്ടും ആഘോഷിക്കുന്നതായി 3 പെരുന്നാളുകൾ അവർക്ക് യഹോവയായിട്ട് മോശം മാതൃകയുണ്ടായി. കൂടാതെ പെരുന്നാൾ, ദിവസം പെരുന്നാൾ, പെസഹ കമ്പൽസറിയായിട്ട് ആഘോഷിക്കുന്ന പെരുന്നാളായിരുന്നു ഈ പെസഹ. ഈ 3 പെരുന്നാൾ പെസഹ പെരുന്നാളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ പുസ്തകം 12-ാം മുതൽ 27 വാക്യങ്ങൾ വായിക്കുന്നത് ഈ കർമ്മ എന്തെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ ഇസ്രായേലിൽ കഴിഞ്ഞ നാളിൽ ഇസ്രായേലിനെ ദണ്ഡിപ്പിച്ച ആദ്യജാതന്മാരെ സംഹരിക്കുകയും കുഞ്ഞാടിന്റെ രക്തം അടയാളം ഉണ്ടാകുന്ന ഇസ്രായേൽ എല്ലാവരെയും രക്ഷിച്ച യഹോവയുടെ പെസഹയാകുമെന്ന് പറയണം. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ഈ പെസഹ ആചരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണം. നമ്മുടെ പിതാക്കന്മാർ പണ്ട് ഇസ്രായേലിൽ അനുഭവത്തിലാകുന്ന സമയത്ത് വളരെ കഷ്ടമുണ്ടായി, പല പ്രാവശ്യം ഇടപെട്ടുവെങ്കിലും വിടിവിച്ചില്ല. എന്നാൽ ഈ ഒരു ബാധ അയച്ചു കഴിഞ്ഞപ്പോൾ ഈ വിടുതലിന്റെ ആഘോഷമാണെന്ന് നിങ്ങൾ തലമുറകളോട് നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് ഉത്ബന്ധമായിട്ടുള്ള ഒരു പ്രമാണം ഇസ്രായേൽ മക്കൾക്ക്. അങ്ങനെയാണ് ഇസ്രായേലിൽ പെസഹ ആചരണം ഉണ്ടായത്. അപ്പോൾ പഴയ നിയമം പെസഹ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയെ ഇസ്രായേലിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് വിടിവിച്ചതിന്റെ ഓർമ്മ കൊണ്ടാകുന്ന അനുഭവമാണ് പഴയ നിയമം പെസഹ എന്ന് പറയുന്നത്.
17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യം. ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ശിഷ്യന്മാർ വന്ന് യേശുവിനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ വരണമെന്ന് ചോദിച്ചതിന് നിങ്ങൾ നഗരത്തിൽ ചെന്ന് ഇന്നാളിനോട് എനിക്ക് സമയം കിട്ടിയിരിക്കുന്നു, ഞാൻ ശിഷ്യന്മാരുമായി നിന്റെ അടുത്ത് പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ശിഷ്യന്മാർ പെസഹ ഒരുക്കുകയും യേശു 12 ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാൻ പോയി. യേശുവിന്റെ പെസഹ ആചരണങ്ങളെ കുറിച്ച് എല്ലാ സുവിശേഷങ്ങളും, പ്രത്യേകിച്ച് മാർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളിൽ പറയുന്നു. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങളും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും പെസഹ, യേശുവിന്റെ പെസഹ ആചരണങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അന്നത്തെ പെസഹ ആചരണത്തിൽ സംഭവിച്ച പല കാര്യങ്ങൾ, അന്നത്തെ പെസഹ ആചരണത്തിൽ പങ്കെടുത്ത അനേകം ആളുകളെ കുറിച്ച് അവിടെ പറഞ്ഞു. ഈ 4 ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കതെല്ലാം കിട്ടുന്നത്. മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് യേശു ശിഷ്യന്മാർക്ക് തനിക്ക് പെസഹ അർപ്പിക്കാനായിട്ട് വാങ്ങിയ മുറി കണ്ടെത്തുവാനുള്ള അടയാളമാണ് കൊടുക്കുന്നത്. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ നിങ്ങളെ എതിർപ്പെടും. ആ മനുഷ്യൻ കയ്യിൽ പോകുന്ന വീട്ടിലേക്ക് ചെന്ന് ഞങ്ങളുടെ ഗുരുവിന് പെസഹ ഒരുക്കുന്നത് ഞങ്ങളുടെ അനുഭവം തരണമെന്ന് പറയണമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. ആ ബസ്സിന്റെ അന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് പുരുഷന്മാർ ചെയ്യുന്ന ജോലിയല്ല വെള്ളം കോരുകയോ വെള്ളം ചുമക്കുകയോ ചെയ്യുന്നു. എന്നാൽ ആ ഈ പർട്ടിക്കുലർ സമയത്തിൽ യേശു ചിലപ്പോൾ മുന്നേ ഇതൊക്കെ പറഞ്ഞു വെച്ചിരുന്നായിരിക്കും. അസാധാരണമായ ഒരു കാര്യമാണ് ആ മനുഷ്യൻ അവിടെ ചെയ്യുന്നത്. അദ്ദേഹം വെള്ളം ചുമന്നുകൊണ്ട് പുരുഷന്മാർക്കോട് അടയാളമാണ്. ഈ അസാധാരണമായ കാര്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ യാതൊരു പരാമർശവും ആ ഭാഗത്ത് നമ്മളുടെ ഈ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല. അദ്ദേഹം വീട്ടിൽ അവിടത്തേക്ക് കയറിപ്പോയോ അതൊക്കെ പുറത്തു പോയോ ഒന്നും നമുക്ക് അറിയില്ല. ആ മനുഷ്യനെ കണ്ടുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ ചെല്ലുന്നതും പെസഹ ഒരുക്കുന്നതും. അവിടെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നുണ്ടെ നല്ല ക്യാരക്ടേഴ്സിനെ കാണാൻ ഞാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാല് കഴുകിയില്ല. ഇന്നത്തെ സോഷ്യൽ ഇതനുസരിച്ച് വീട്ടിൽ വിരുന്നിന് വരുന്നവരുടെ കാല് കഴുകുക എന്നുള്ളത് വീട്ടിൽ ഉടമസ്ഥനാണ്, വീടിന്റെ നായകൻ ഉത്തരവാദിത്തമാണ്. എന്നാൽ എന്റെ ഉത്തരവാദിത്തം ആദ്യത്തെ ഒരു കുടുംബത്തിലെ ഒരു ഗ്രഹമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ അദ്ദേഹം എന്തുകൊണ്ടോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്യും, മാറിയിരുന്നു. ആ സമയത്ത് യേശുക്രിസ്തുവാണ് എന്ത് ചെയ്തത്? ഗുരുമാർ അതേ ചൊല്ലി തന്റെ ശിഷ്യന്മാർ കാല് കഴുകി. ഈ കാല് അതോടൊപ്പം തന്നെ അവിടെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവിടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരാൾ കാണിച്ചു കൊടുക്കുന്നു. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ടൈമിൽ എന്നെ ഒരാൾ കാണിച്ചു കൊടുക്കും, നിങ്ങളുടെ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത് ഞാനോ ഇതായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനോ കർത്താവിനാണ് പല പ്രൂഫ്സ് കർത്താവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആരെങ്കിലും തള്ളിക്കളഞ്ഞാലും ഞാൻ ഇനി ഒരിക്കലും തള്ളിക്കളയും. കർത്താവ് പറയുന്നുണ്ട്, അല്ല പത്രോസേ, നീ എന്നെ ഈ കോഴി 3 പ്രാവശ്യം എന്നെ തള്ളിക്കളയും എന്ന് പറയുന്നുണ്ട്. അതാണ് സംഭവം. പിന്നെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ സംഭവമായിട്ട് മാറും. അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ ഉണ്ടായിരുന്ന ഒരു തർക്കം ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം നമ്മുടെ വലിയവനാണ് ചെറിയവൻ. ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ ആ സമയത്തും കർത്താക്കളോടൊക്കെ സംസാരിച്ച് അവരൊക്കെ ഇനി അതിലൊക്കെ വരികയാണ്. അവിടെ സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെസഹ സാധാരണ ആചരിക്കുന്നത് പെസഹ കുഞ്ഞാടിനെ അറുത്ത് ഭക്ഷിച്ച് അങ്ങനെയാണ് കർത്താവ് തന്റെ ഭക്ഷണം അപ്പവും തന്റെ പാനപാത്രവും എടുത്ത് ഉയർത്തി ഇത് എന്റെ ശരീരവും രക്തവും സമർപ്പിച്ച് ഇത് നിങ്ങൾക്ക് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഭക്ഷിക്കുക, എന്റെ ഓർമ്മയ്ക്കായി ഇനി ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു ഉടമ്പടി അവർ സ്ഥാപിക്കുന്നത്. ആ പ്രസംഗം സംഭവിച്ചത് ഇത്രയും കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. യേശു ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് അപ്പവും വീഞ്ഞും എടുത്ത് വാട്ടി ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുത്തിട്ട് അതോടൊപ്പം പാനമാക്കുന്നു. ഇതെന്റെ രക്തമാണ്, ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞത്. എന്താണ് യേശു അനുസരിച്ച് ഈ പെസഹ മനസ്സിലാക്കുന്നത്? ഇത് ഭക്ഷണമേശയായിരുന്നു. ഭക്ഷണമേശ എന്നത് നമ്മുടെ ജീവിതം
സമ്മതിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവായിരുന്നു ആ പെസഹാന്നാണ്. അതുപോലെ നമുക്കും സാധ്യമായിട്ട് നമ്മളോട് ചോദിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ജീവന്റെ അനുഭവങ്ങളൊക്കെ പങ്കിടുവാനുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരുമിച്ച് ഭക്ഷണിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്ഷണ മേശയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണ മേശയാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം പാകം ചെയ്യുന്നത് ഒരു കിച്ചണിലാണ്. ഒരു കിച്ചണിലും പല തരത്തിലുള്ള ഭക്ഷണം പാകം ചെയ്യാനാണ് നമുക്ക് ശരീരത്തിന് ആരോഗ്യം നൽകുന്നത്, ബലം നൽകുന്നത്. പലപ്പോഴും ചിലപ്പോൾ തെറ്റ് സംഭവിച്ചു പോകുന്നത്, ചിലപ്പോൾ ഫുഡ് പോയിസൺ ഉണ്ടാകാറുണ്ട് ഭക്ഷണം ഉണ്ടാകുമ്പോൾ. അതുപോലെ തന്നെ ചിലപ്പോൾ അനാരോഗ്യകരമായ ജീവിതാനുഭവം ഉണ്ടാകുമ്പോൾ ഭക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട് അടുക്കളയിൽ. അതേപോലെയാണ് നമ്മുടെ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ള ജീവിതത്തിൽ പരിപോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ അനുഭവം, നമ്മുടെ കാഴ്ചവെക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ സന്ദേശങ്ങളൊക്കെ മറ്റുള്ള ജീവിതത്തെ നശിപ്പിക്കുന്നതും മറ്റുള്ള ജീവിതത്തെ മരിപ്പിച്ച് കളയുന്നതുമായ അനുഭവങ്ങളായി മാറുകയും ചെയ്യാറുണ്ട്. ഇവിടെ കൂടുതൽ പ്രശ്നമേശകളൊക്കെ തന്നെ ചിലപ്പോൾ യൂദാസിന്റെ അനുഭവം ചെയ്യുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. യേശുക്രിസ്തു പെസഹ ആഘോഷിച്ച അല്ലെങ്കിൽ നമ്മുടെ ശരീരവും രക്തവും മുറിച്ച് കൂട്ടിക്കൊടുത്ത ആ മേശയിലാണ് യൂദാ വഞ്ചന അരങ്ങേറുന്നത്. യേശു ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സ്നേഹവും ആഗ്രഹമുള്ള നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന ശിഷ്യர்களായിരുന്ന സമയത്തൊക്കെയും തന്റെ അടുത്ത് വന്ന ഓരോരുത്തരെയും എത്ര സ്നേഹത്തോടും ആത്മീയത്തോടുമാണ് കരുതുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും സൗഖ്യമാക്കുകയും വിടിവിക്കുകയും ചെയ്യും. അത്രയും സ്നേഹവാർത്തകളുള്ള ഈ കർത്താവ് നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും യൂദയെക്കുറിച്ച് പറയുന്നത് നമ്മൾ അവിടെ വായിക്കും. ആ മനുഷ്യൻ പല ക്ലൂസ് കൊണ്ട് അവനോട് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം പറഞ്ഞു, നീയാ എന്നെ കാണിച്ചു കൊടുത്തത്. അവസാനം വേദനയോട് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ജനിച്ചില്ല എന്നെങ്കിൽ അവനെ കൊള്ളാനെന്ന് വളരെ വേദനയോടെ പറയുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതയാത്ര, നമ്മുടെ മേശയിൽ നമ്മളതുപോലെ ഒന്നിച്ച് കൂടി വരുന്ന നമ്മുടെ സഭയിൽ നമ്മുടെ പൊതുവായിട്ടുള്ള മേശ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന. ഈ മേശയിലൊക്കെ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ ഒന്നിച്ചൊരു സമൂഹമായിട്ട് ഒന്നിച്ച് സഭയായിട്ട് ഒരു ഇടവകയായിട്ട് നിലനിൽക്കുമ്പോൾ കൂടി വരുമ്പോൾ നമ്മുടെ ചിലപ്പോൾ ഇങ്ങനെയുള്ള യുവദാസുകൾ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മളും ഒരു യുവദാസായിട്ട് മാറാറുണ്ട്. ചിന്തിക്കാറുണ്ടോ അങ്ങനെ? ചിലപ്പോൾ വളരെയധികം വേദനയോടെ വളരെയധികം സങ്കടത്തോടൊക്കെ വരുന്ന ഒത്തിരി ആളുകൾ നമുക്ക് യേശു ഈ യുവദാസിനോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താണ്? തന്റെ ശരീരത്തോളം പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വരുമ്പോഴും ഇതെന്റെ ഓർമ്മയ്ക്കാണ് ചെയ്യുകയെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ചെയ്യുവാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ് പറയുന്നത്, ഞാൻ വരുമ്പോഴും എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ഏത് ചെയ്യാനും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. അതോടൊപ്പം കർത്താവ് പറയുന്ന ഒരു കൽപ്പനമാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന, ഞാൻ പുതിയൊരു കൽപ്പന, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന്. ആ സ്നേഹത്തോടെ കരുതലോടെ നമ്മൾ മറ്റുള്ളവരെ ആ കൃപയോടെ കാണുക നമുക്ക് സാധിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നടന്നു വളർന്ന് നാടിനോട് വെച്ച അവസ്ഥ ഞങ്ങളുടെ നാട്ടിലൊക്കെ പുഴമീൻ ആറ്റുമീനൊക്കെ കൂടുതലും കിട്ടും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആറ്റുമീൻ വാങ്ങി താഴെ വിശ്വസിക്കുള്ള പുഴമീനുകളുണ്ട്. അത് പെട്ടെന്ന് ചാടും. അത് കരക്കിട കുറേ സമയം കിടന്ന് കഴിഞ്ഞ ശേഷം അതിന് ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. സയൻസ് പഠിക്കുന്നവർക്കൊക്കെ സൂണൊക്കെ പഠിക്കുന്നവർക്ക് ഈ ഗിൽസ് കൂടാതെ അതിന് ഒരു അതിന് അഡീഷണലായിട്ട് ഒരു നമ്മുടെ ലങ്സ് പോലെ സൂള ലങ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറുണ്ടാകും. അതിൻ്റെ സംരക്ഷണയിൽ കുറച്ച് നേരത്തിൽ കിടക്കുവാനായിട്ട് ശ്രമിക്കും. ഈ മീനൊക്കെ ഈ കരികൾ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് വെട്ടാനായിട്ട് എത്തിക്കുന്നവരെ എനിക്ക് നിലത്തോട് കിടന്ന ചാടുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യുന്നതാണ് പിച്ചാത്തി തിരിച്ചു വെട്ടാനൊക്കെ കൊടുക്കും. അപ്പോൾ അത് ചത്തുപോയി. നമ്മൾ ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹവിശ്വാസികളൊക്കെ എന്തെങ്കിലും പ്രതിസന്ധിയിലോ ജീവിതത്തിലോ ഒത്തിരി
അതുപോലെ തന്നെ അതുപോലെ നമ്മൾ ചൊറിഞ്ഞിറങ്ങിയും തന്നെ വലുതായി ക്യാൻസേഴ്സ് മാറുക. രണ്ടാമതായിട്ട് യേശുവിൻ്റെ ഈ പെസഹ അനുഷ്ഠാനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം ഒരു കുർബാനയായിട്ട് മാറണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഇന്നലെ സഭയായിട്ട് ചിന്തിക്കുന്ന വിഷയമുണ്ട് ഒരു വിശുദ്ധ കുർബാന സമൂഹമായിട്ട് മാറുന്നത്. ഏതൊട്ടത്തില് മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവവുമായിട്ടുള്ള സംസർഗം അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ശ്രമിച്ച അല്ലെങ്കിൽ കർത്താവ് തന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ആദ്യ പണിയാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഴയ നിയമ പെസഹയിലെ ഒരു പ്രത്യേക തരം ജനതയെ അവിടെ വാർത്തെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാട്ടുപ്രദേശ ജനതയെ നമ്മളെ വിശേഷിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ജനം എന്ന ഒരു പ്രത്യേക ലേഖനം അവരെ ചേർക്കുന്നു. പഴയ നിയമ അതുപോലെ യേശു ഈ പെസഹ ആചരണം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് യേശു പറഞ്ഞതല്ല. ഈ പെസഹ ചെയ്യാം. യേശുവിന്റെ ഈ സൃഷ്ട കാലഘട്ടത്തില് 3 പെസഹ അനുഷ്ഠിച്ചാണ് നമ്മൾ സ്ഥലം പറയുന്നത്. സുശേഷങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ യേശു ഈ പെസഹായ്ക്ക് പുതിയൊരു മാനം നൽകുന്നതാണ് നമ്മൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിന്റെ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച, അവൻ തന്ന രക്ഷയിൽ വിശ്വസിച്ച ഒരു കൂട്ടം ജനത, പഴയ നിയമ പെസഹ അനുഷ്ഠിച്ചപ്പോൾ പഴയ നിയമ പെസഹയുടെ വീണ്ടെടുക്കപ്പെട്ട ജനതയെ ദൈവമക്കളെന്നുള്ള ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് ലേഖനം നിർത്തിയപ്പോൾ ഈ പുതിയ പെസഹായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങൾ കർത്താവിന്റെ മണവാട്ടി സഭ എന്ന ലേഖനത്തിൽ അവരെ ഒന്നിച്ചു നിൽക്കും. ഈ മണവാട്ടി സഭയ്ക്ക്, കർത്താവിന്റെ മണവാട്ടി സഭയ്ക്ക് കർത്താവിന്റെ 2ാം വരവിൽ, അതായത് വെളിപ്പാട് പുസ്തകം 19-50 പറയുന്നുണ്ട്, കർത്താവിന്റെ 2ാമത്തെ വരവിൽ അവർക്കൊരു വിരുന്ന്, ഇതേപോലൊരു വിരുന്ന് ഉണ്ട് എന്ന് ദിവസം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമ പെസഹ ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ ഇസ്രായേൽ ജനതയെ വിടിവിച്ചതിന് ഓർമ്മയാകുമ്പോൾ പുതിയ നിയമ പെസഹ എന്ന് പറയുന്നത് അന്ധകാര അനുഭവങ്ങളിൽ നിന്ന്, പാപത്തിന്റെ പിടിയിൽ നിന്ന്, അന്യായ ബന്ധങ്ങളുടെ അനുഭവത്തിലൊക്കെയും മാനവജാതി വീണ്ടെടുക്കുവാനായിട്ട് തന്റെ രക്തവും തന്റെ ശരീരവും പങ്കിട്ട് കൊടുത്ത് തന്റെ ജീവനെ അച്ചാരമായിട്ട് നൽകി പങ്കുനിയായിട്ട് കൊടുത്ത യേശു ക്രിസ്തു തന്റെ ജീവനെ നൽകി. ഇതിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. പുതിയ നിയമ പെസഹ നമ്മൾ ആചരിക്കുന്ന പെസഹ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന. പെസഹ കടന്നു പോക്കലാണ്. പഴയ നിയമ പെസഹ കർമ്മോന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു കടന്നുപോക്കലാകുന്നുവെങ്കിൽ പുതിയ നിയമ പെസഹ എന്ന് പറയുന്നത് പാപത്തിന്റെ അധികാരത്തിൽ നിന്നും അതിന്റെ ബന്ധനത്തിൽ നിന്നുള്ള കടന്നുപോക്കൽ മാത്രം അല്ല, കർത്താവിന്റെ 2ാം വരവിനെ പ്രഘോഷിക്കുന്ന ഒരു അനുഭവങ്ങളാണ് പുതിയ നിയമ പെസഹ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എവിടെ പറയുന്നറിയാമോ? യേശുവിന്റെ പെസഹാവ് തന്റെ കുരിശുമരണത്തെ കുറിച്ച് ശിഷ്യന്മാരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം സുവിശേഷങ്ങളെ വായിക്കുമ്പോൾ ഒത്തിരി സംഭാഷണം പിന്നെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരോട് അവർക്ക് വളരെ ദുഃഖിതരായിട്ട് യേശുവിനെ പിടിക്കും, യേശുവിനെ കുരിശിക്കുമെന്നുള്ള ചിന്ത വരുമ്പോൾ ശിഷ്യന്മാരെ ദുഃഖിതരായി കഴിഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങളോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോളൂ. എത്ര വലിയ ഡിപ്രഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഈ ഒരു വാക്കിൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ആ ഡിപ്രഷൻ അപ്പാടുണ്ടാവുള്ളൂ. ഏത് വലിയ ഡിപ്രഷൻ്റെയും ഏറ്റവും വലിയ മരുന്നാണ് നമ്മുടെ വിശുദ്ധ നമ്മുടെ കർത്താവ്. പ്രിയമുള്ളവർ, ഇനി വരുവാനുള്ള സ്വർഗീയമായ കുർബാന ഈ പെസഹയിൽ നമ്മൾ വരാറുണ്ട്. ഇത് കേവലം അനുഷ്ഠാനമായി മാറുവാനായിട്ട് പാടുന്നു. ഓരോ പ്രാവശ്യം നമ്മൾ കുർബാന പങ്കെടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് എപ്രകാരമാണ് ഈ പെസഹ ആചരിച്ചു ഓർക്കേണ്ട ആവശ്യം. ആ സമയത്ത് തന്റെ ശരീരവും തന്റെ രക്തവും പങ്കിടുമ്പോൾ തന്നെ ഒരു വ്യവസ്ഥയില്ലാത്ത ജീവനെ മറുപടിയായി കൊടുത്താണ് ഈ പെസഹ സ്ഥാപനം. ഞാൻ വരുവോളം ഇത് ചെയ്യുവാനായിട്ട് നമ്മളോട് അറിയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ കർത്താവ് ഏത് മനോഭാവം
ഇവിടെ ആയിരിക്കാനും നമ്മുടെ വിശ്വാസം ഇടപെടുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നതിന് അർത്ഥവത്തായിട്ട് തീരുകയുള്ളൂ. ചിലർ പറയും ഈ അച്ഛൻ പോയിട്ട് ഞാൻ ഇനി കുർബാന പോലെ ഇത് മണ്ടത്തരമാണ്. ഈ അച്ഛൻ്റെ അല്ല കുർബാന, ഒരച്ഛൻ്റെ അല്ല കുർബാന. നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതാണ് കുർബാന എന്ന് പറയുന്നത്. അവിടെ അച്ഛൻ ഒരു വെറും വിളമ്പുകാരൻ മാത്രം. അതുകൊണ്ട് ഇനി ആ അച്ഛനോട് എന്തെങ്കിലും തോന്നാലും വിശുദ്ധ കുർബാന ഈ അച്ഛൻ പോട്ടെ കഴിക്കുകയുള്ളൂ പങ്കെടുക്കുകയുള്ളൂ കാര്യകാരമാണ്. അത് കർത്താവിനോട് ചെയ്യുന്ന നിന്നലാണ്. അത് നമ്മൾ ഓർത്തിരിക്കും. ഇനി നമ്മൾ വിശുദ്ധ കുർബാനയുടെ അടുത്ത സെക്ഷനിലേക്ക് കുമ്പസാരത്തിൻ്റെ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ കുമ്പസാരത്തിൽ നോക്കുന്ന പരസ്യ കുമ്പസാരത്തിൽ നമ്മൾ കോമണൈസ് ചെയ്യുന്ന ഒരു കുമ്പസാരമാണ്. മനസ്സോടാതെ കൂടാതെ ഞാൻ ചെയ്യുമ്പോൾ അവളെ എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മൾ ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചുള്ള അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ക്വസ്റ്റ്യനും ചോദിക്കുന്നത് ഞങ്ങളെല്ലാവരും ആൻസർ അത് വിടാനൊക്കെ കൂട്ടത്തിൽ പാടാൻ വെള്ളത്തിൽ കൂട്ടാൻ എളുപ്പമാണ്. അതുപോലെയാണ് നമ്മുടെ കുമ്പസാരം. കൂട്ടത്തിൽ പാടിയ വെള്ളത്തിൽ കൂട്ടിയാലും അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലാക്കി ഈ നമ്മളിലേക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സുകൂടാതെ പാപം ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം. നമ്മുടെ മനസ്സിൽ ഇത് വരണമല്ലോ. ഞാൻ എൻ്റെ സഹോദരനോട് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ അയൽക്കാരനോട് ഞാൻ എന്നെ ചെയ്തു, ഞാൻ യുവദാസനോട് ചെയ്തു ഇടപെട്ടു. അവരുടെ ജീവിതത്തെ തനിക്കെടുക്കുന്നതായ അവരുടെ അഭിമാനത്തെ കെടുക്കുക എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഞാൻ ഏർപ്പെട്ടു എന്ന് ഓർക്കണം. മനസ്സിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ചിന്തകൾ വരണം. അങ്ങനെ വ്യക്തമായ പരമാർത്ഥമായ ഒരു അനുതാപത്തിൻ്റെ അനുഭവം നമുക്ക് ആ സമയത്ത് ഉപസാര പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് ഉണ്ടാകണം. എങ്കിൽ നമ്മൾ ഈ കുർബാന അനുഷ്ഠിക്കുന്നതിലൂടെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് ഉണ്ടാകുള്ളൂ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവമേ എൻ്റെ ജീവനും എൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും ആത്മത്യാഗത്തിൻ്റെ അനുഭവമായി മാറുവാനും അവരെ കരുതുവാനും സ്നേഹിക്കുവാനും അതോടൊപ്പം എൻ്റെ ജീവിതം ഒരു കുർബാനയായി മാറുവാനും എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക്